നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി എടുക്കാൻ പോകുന്ന ഒരു ഉറച്ച തീരുമാനത്തെക്കുറിച്ചാണ്. അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന തീരുമാനം എന്നാണ്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായി അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ റീഡിങ്സ് കേൾക്കുന്ന മുമ്പ് നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ നെയിം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്ങുകൾ കാണുക. അവരെ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പോസിറ്റീവായ അനുഭവങ്ങളെക്കുറിച്ച് തന്നെ എപ്പോഴും ഈ റീഡിംഗ് കാണുന്ന ടൈമിൽ ഓർമ്മയിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് അർഹമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കുമുള്ള കറക്റ്റായ ഒരു റീഡിങ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി തന്നെ വേണം എല്ലാ റീഡിങ്സുകളും കാണാനായിട്ട്. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അതായത് ഒരു പരസ്പര ബഹുമാനം, അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു പുതിയ തുടക്കത്തിന് തയ്യാറാവുകയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു കാലയളവിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിച്ചു, അവർ മനസ്സിലാക്കി. അവരെവിടെയാണോ നിന്നത് ആ ഒരു ദിശയിൽ നിന്നും തിരിച്ച് യാത്ര ചെയ്യുക, മാറുക എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. കാരണം നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്നൊരു പാസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടുപോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ അകന്ന് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ കുറേയൊക്കെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനാണ് കേട്ടോ. കുറേ വ്യക്തികൾ നിങ്ങളെ ഇടയ്ക്കൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യും, ഇടയ്ക്ക് പോകുമ്പോൾ അങ്ങ് പോകും, വരുമ്പം ഒന്ന് വരും, അത്രയേ ഉള്ളൂ. അതായത് വളരെ ഒന്നും സ്ട്രഗിളിങ് നിങ്ങൾക്ക് വേണ്ടി അവരെടുക്കാതെ അവരൊന്ന് വന്നും പോയി, അതായത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളോട് മോശമായിട്ടല്ല പെരുമാറിയത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറേ വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായും മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തികളുണ്ട്. ഇനി ഈ ഒരു കാര്യമില്ല എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞു പോയ വ്യക്തികളും പുറകോട്ട് നോക്കി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികളെയും നമുക്ക് സാധിക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിട്ട് നിങ്ങളെ അവഗണിച്ച് നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്ത പോലെ നിങ്ങളോട് പെരുമാറുന്നു. കാരണം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആദ്യകാല ബന്ധം എന്ന് പറഞ്ഞാൽ വളരെയധികം പരസ്പര ബഹുമാനവും വളരെ ഒരേ അഭിപ്രായത്തോടു കൂടി പോവുകയും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം തുറന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണ്. നിങ്ങൾക്കിടയിൽ ഒന്നെങ്കിൽ മൂന്നാമതൊരു വ്യക്തി, അത് ചിലപ്പോൾ പേരൻസ് ആവാം, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമാവാം. മൂന്നാമതൊരു വ്യക്തി ഇതിനുള്ളിൽ കടന്നു വന്നതോടുകൂടിയാണ് നിങ്ങൾക്ക് തമ്മിൽ ഒരു ചെറിയ ഒരു ചേഞ്ചിങ്, നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴം നഷ്ടപ്പെട്ടതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് സാമ്പത്തികമായ ലോസും സാമ്പത്തികമായ കുറച്ച് പ്രോബ്ലംസ് കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു ചേഞ്ചിങ് വരാൻ അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടാവാൻ കാരണം സാമ്പത്തികവും ഉണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ ഒരുപാട് ചോയ്സും മുന്നിലേക്ക് വന്നു നിങ്ങളുടെ വ്യക്തിക്ക്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ സാമ്പത്തികമായ ഒരു ലോസ് സംഭവിച്ചപ്പം നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തപ്പോൾ ഇവരെ അവഗണിക്കുന്നു എന്നും ഇവർ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. എങ്ങനെയായാലും ഈ ഒരു സിറ്റുവേഷൻ സാമ്പത്തികത്തെയും മൂന്നാമതൊരു വ്യക്തിയുമാണ് നിങ്ങൾ തമ്മിലുള്ള ഇമോഷൻ കുറയാൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കുറയാൻ കാരണമെന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന റീഡിങ്. ഈ എനർജി ഉള്ളവർ മാത്രം ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം സാമ്പത്തികമായ ഒരു കവാടം തുറന്ന് കിട്ടാൻ വേണ്ടി നിങ്ങളിൽ നിന്നും മാറിപ്പോയ വ്യക്തികളാവാം. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് നിലനിൽപ്പില്ലാണ്ട് വന്നപ്പോൾ അവർ സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ദിശയിലേക്ക് പോയതായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഭൗതിക നേട്ടങ്ങൾ, മറ്റു ഭൗതികമായ കുറേ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും മാറി നിന്നവരാവാം. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം വന്നപ്പോൾ കുറച്ചും കൂടി ഒരു സാമ്പത്തിക ഭദ്രതയും കുറച്ചും കൂടി ഒരു നിങ്ങളിലേക്കാൾ ഒരു പിടി മുന്നിലെന്ന് തോന്നി ആ ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിൽ നിങ്ങളിൽ നിന്നും മാറിപ്പോയതുമായ സാഹചര്യമാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് തിരിച്ചു വരിക, അവരേത് സ്ഥാനത്താണോ നിന്ന് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നും നല്ല
ഒരു തുടക്കം, വളരെ ശക്തമായ വളരെ നല്ല രീതിയിലൊരു തുടക്കം വേണമെന്നും ഇപ്പോഴവർ വളരെയധികം ആഗ്രഹിക്കുകയാണ്. അവർക്ക് ആ ഒരു സാഹചര്യം, അവരിപ്പോൾ നിലകൊള്ളുന്ന സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാറി നിൽക്കൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അവർ മാനസികമായും വിഷമിക്കുന്നുണ്ട്. ഒരു സംതൃപ്തമല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. അവരുടെ കണ്ണും കാതും കെട്ടി നിൽക്കുകയാണ്. കാരണം അവർക്ക് മുമ്പിൽ വന്ന ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ കൈ നീട്ടിയ സമയത്ത് നിങ്ങൾക്ക് നൽകാതെ പോയ ആ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് ഓർത്ത് അവരിന്ന് സ്റ്റക്കാണ്. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാനസികമായും വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരുപാട് നിങ്ങൾ ആ വ്യക്തിക്ക് മുമ്പിൽ യാചിച്ചിട്ടുണ്ട്, അവരുടെ പിന്നാലെ നിങ്ങൾ ഒരുപാട് ചെന്നതായിട്ടാണ് കാണുന്നത്. അതല്ലെങ്കിൽ പലരുടെയും മധ്യസ്ഥത നിങ്ങൾ അവർക്കിടയിൽ വെച്ചിട്ടുണ്ട്. ആരോടൊക്കെയോ പറഞ്ഞും മറ്റുമൊക്കെ നിങ്ങൾ ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പല രീതിയിൽ നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും അവർ മറ്റൊരിടത്തേക്ക്, ഒന്നെങ്കിൽ സാമ്പത്തികമായി അവരുടെ ആ ഒരു ലക്ഷ്യം വിജയം, അതല്ലെങ്കിൽ അവർക്ക് മറ്റൊരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് അവരുടെ മുഖം തിരിച്ചതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവർക്കിപ്പം ഒരു കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണം, എങ്ങനെ തിരിച്ച് നടക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. കാരണം അവരാ ചെന്നുപെട്ട സ്ഥലമെന്ന് പറയുന്നത് അവർക്ക് യാതൊരു രീതിയിലും യാതൊരു വാല്യൂം ഇല്ലാത്തിടമായിരുന്നു. അവരാദ്യം കൊടുത്തപ്പോൾ അവിടെ നിങ്ങളോട് അവരെന്താണോ ചെയ്തത് അത് തന്നെ ഇന്ന് അവരവിടെ അനുഭവിക്കപ്പെടുന്നു. അവർക്കവിടെ ബ്ലോക്കേജാണ്. എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ ആ ഒരു പഴയ ലൈഫിലേക്ക് വരണമെന്ന് തന്നെ ഉറച്ച് തീരുമാനിച്ച് നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർക്ക് നിങ്ങളോടൊരു പുതിയ പ്രണയമാണ്. ആ ഒരു പഴയ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പം ഉള്ളതിനേക്കാളും ആഴത്തിലുള്ള ഒരു സ്നേഹം, അതായത് വളരെയധികം ഒരു സോൾ കണക്ഷനുള്ള വ്യക്തികളെയാണ് കാണുന്നത്. അവർ കരിയർ സംബന്ധമായ കാര്യത്തിലും മറ്റ് ഭൗതികമായ പല കാര്യങ്ങളിലും പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് കൺഫ്യൂഷനുമാണ്, നിങ്ങളോട് വളരെയധികം ആഴത്തിലുള്ള ഇമോഷനുമാണ്, നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ മുമ്പിൽ പല കാര്യങ്ങളുമുണ്ട്, ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യമുണ്ട്, വേറെ ചോയ്സ് ഉണ്ട്. പക്ഷേ എന്നാലും അവരിപ്പം ശരിക്കും വാല്യൂ അറിയുന്നതും നിങ്ങളിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിൻ്റെ മൂല്യം അവർക്ക് മനസ്സിലാവുകയും ചെയ്യുകയും നിങ്ങളെ അവരാ നിൽക്കുന്ന സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വളരെ നല്ല ശക്തമായ രീതിയിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവർക്കവിടെ സന്തോഷിക്കാനൊക്കെ ചുറ്റുപാടുകളുണ്ട്. അവർക്ക് ചുറ്റും ഫ്രണ്ട്സ് ആണേലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണേലും അവരാഗ്രഹിച്ചതൊക്കെ അവരുടെ കൈകൾക്കുള്ളിലുണ്ട്. പക്ഷേ അവർക്കതിലൊന്നും ഒരു സംതൃപ്തിയില്ല. അവർക്കതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാനോ അതിനെ ഒന്നും അനുഭവിക്കാനോ പറ്റാത്ത വിധം അവർക്കൊരു കൺഫ്യൂഷൻ. അതൊക്കെ യൂണിവേഴ്സിൻ്റേതായ ഒരു തിരിച്ചറിവ് നടത്തി കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് അതൊക്കെ. കാരണം ഒരാളെ ഒരു വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളത് യൂണിവേഴ്സ് ഒരുക്കിയിട്ടുണ്ടാകും എന്നത് സത്യം തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് അവർക്ക് കൺഫ്യൂഷനാണ്. അവരുടെ കയ്യിലുള്ളതാണോ നല്ലത്, അവരുടെ കയ്യിൽ നിന്നും മാറി നിൽക്കുന്നതോ നഷ്ടപ്പെട്ടതാണോ നല്ലതെന്നുള്ള ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അതുപോലെ അവരൊരു ക്വിക്ക് ആക്ഷൻ എടുക്കുകയാണ്. ഒരു മാറ്റത്തിന് വേണ്ടി അവർ വളരെയധികം ആഴത്തിൽ പ്രെയർ ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ ഹൃദയത്തിൽ തൊട്ട് പ്രെയർ ചെയ്യുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡായ ഒരു സംഭവം ഉണ്ടാവുകയായിരുന്നു എങ്കിൽ എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു മുൻഗണന നൽകണം, നിങ്ങൾ അവർക്ക് നൽകിയ ഒരു മുൻഗണന അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾ നൽകിയ നിങ്ങൾ അവർക്ക് നൽകിയ ഒരു ആഴത്തിലുള്ള ഒരു സന്തോഷം, ഹാപ്പിനെസ്, ഇതെല്ലാം അവർക്കിപ്പോൾ പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ അൺഎക്സ്പെക്റ്റഡായിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിലെന്ന്, ഈ ഒരു ബന്ധത്തിൽ ഒരു പുരോഗതി വന്നിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ്, ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഓർത്ത് അവർ ശരിക്കും പ്രെയർ ചെയ്യുകയാണ്. ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കണം, പെട്ടെന്ന് തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് വന്ന് ചേരാൻ പറ്റണമെന്ന് അവർ ശരിക്കും ഹൃദയത്തിൽ തൊട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ അവർക്ക് വളരെ ഈഗോയുണ്ട്, നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പെട്ടെന്ന് വരിക എന്നതും, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾ നിങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളതും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവർക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു സാഹചര്യം, വേറെ ഏതെങ്കിലും ഒരു വാതിലൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മുന്നിലൊന്ന് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന
എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതിനു വേണ്ട ഒരു വഴി ഒരുക്കിയിരിക്കുമെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ ആ ഒരു പെയിൻ, നിങ്ങൾ അനുഭവിച്ച പെയിൻ, അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം, അതിനെല്ലാം ഒരു എൻഡിങ് വരികയാണ്. നിങ്ങൾ അനുഭവിച്ച വേദനകൾ അവസാനിക്കാൻ പോകുന്നു. അതായത് നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണോ അവരിപ്പോൾ സ്നേഹിക്കുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അത്ര നിഷ്കളങ്കമായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു. പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളുകൊണ്ടൊരു ഭയമാണ്. നിങ്ങളെ എങ്ങനെ, നിങ്ങളുടെ മുന്നിൽ എങ്ങനെ വന്ന് നിൽക്കും, നിങ്ങളെങ്ങനെ അവരോട് ബിഹേവ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു വളരെ അധികം ഭയത്തോടു കൂടി അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിസ്സാരമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. കാരണം നിങ്ങൾ ശരിക്കും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ ഭയമാണ് നിങ്ങളിലേക്ക് വരാനായിട്ട്. നിങ്ങളുടെ ആ ഒരു വേദനയുടെ എൻഡിങ് ടൈം ആയി കഴിഞ്ഞു. നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിളിങ്ങിൻ്റെയും വിഷമവും പ്രശ്നങ്ങളുടെ എല്ലാം ഒരു എൻഡിങ് ടൈമായി എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണുന്നത്. കാരണം നിങ്ങളിലേക്ക് അവർ പൂർണ്ണമായും യാത്ര ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കാം. നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. വളരെ സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയാണ്. കാരണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെ മനോഹരമായ, അതായത് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായൊരു വ്യക്തിയാണ്. ആരും അട്രാക്റ്റഡ് ആവുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ നല്ല കഴിവുള്ള വ്യക്തിയാണ്. എന്തിനേയും കൺട്രോൾ ചെയ്യാനും ഏത് സാഹചര്യത്തെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെയധികം സ്കിൽസും കഴിവുമുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായും യാത്ര തിരിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചൊരു സക്സസ്, ഒരു ഹാപ്പിനെസ്, ഒരു പിടിച്ചടക്കൽ, ഇനി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു യുവത്വം തിരിച്ചു കിട്ടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഹാപ്പിനെസ്, നിങ്ങൾ വളരെ അധികം ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു പക്വതയില്ലായ്മ, ഒരു വളരെ പക്വതക്കുറവുള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ. എല്ലാത്തിനെയും അങ്ങനെ വലിയ നല്ല കഴിവും സ്കിൽസും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ പക്വത കുറഞ്ഞ രീതിയിൽ ചിന്തിക്കുന്ന, ആർക്കും അവരെ വീഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആർക്കും അവരുടെ മറ്റുള്ളവരുടെ വാക്കുകളിലൊക്കെ അങ്ങ് ശ്രദ്ധ കൊടുക്കുകയും പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അവർ. നല്ല സ്ട്രെങ്ത് ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും എല്ലാവരെയും വിശ്വസിക്കും. അതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ആരാണോ സ്നേഹം കാണിക്കുന്നത്, ആരാണോ കൂടുതൽ നല്ല രീതിയിൽ പെരുമാറുന്നത്, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത്, എല്ലാവരെയും വിശ്വസിക്കുന്നതും അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ തീർച്ചയായിട്ടും തെറ്റായൊരു യാത്രയാണ് ചെയ്തത് എന്നുള്ളത് അവർക്ക് പൂർണ്ണമായി മനസ്സിലായി. വളരെയധികം ശക്തമായൊരു തകർച്ച അവരുടെ ലൈഫിൽ, ഒരു നാശം അവർക്ക് സംഭവിച്ചു എന്നുള്ളത് 100% ഉറപ്പാണ്. അവരെങ്ങോട്ടാണോ പോയത് ആ ഒരു സ്ഥലത്ത് അവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നു. അവർ ചിന്തിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഒരു തകർച്ചയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അവർ മനസ്സിലാക്കുന്നു അവർ ചെയ്ത യാത്ര, അല്ലെങ്കിൽ അവർ മാറിപ്പോയ ദിശ വളരെ തെറ്റായൊരു ദിശയാണെന്നും അവിടെ അവർ വളരെയധികം കൺട്രോളിങ് ചെയ്യപ്പെട്ടു. അവർക്ക് അവിടെ അനങ്ങാൻ പറ്റാത്ത വിധം അവരെ പൂർണ്ണമായും ബന്ധനത്തിലാക്കി കളഞ്ഞു എന്നുള്ളൊരു സാഹചര്യമാണ് കാണുന്നത്. അത് കരിയർ സംബന്ധമായാലും ഏത് ദിശയിലേക്കാണോ നിങ്ങളുടെ പേഴ്സൺ പോയത്, എന്തിനെ അട്രാക്റ്റ് ചെയ്താണോ പോയത്, അവിടെ അവർക്കൊരു ബന്ധനമാണ് ഉണ്ടായത്. അതവർക്ക് പൂർണ്ണമായും മനസ്സിലാവുകയും അവർ ആ സാഹചര്യത്തിൽ ഇപ്പം നിരാശപ്പെടുകയാണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങൾ ശരിക്കും ഒരു മെയിലാണേലും ഫീമെയിലാണേലും ഒരു മദർ കെയറിങ് കൊടുത്തതാണ് നിങ്ങളുടെ പേഴ്സണ്. ഏതൊക്കെ രീതിയിൽ നിങ്ങൾ അവരെ സ്നേഹിക്കാമോ, ഏതൊക്കെ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാമോ, അങ്ങനെയെല്ലാം. കാരണം നിങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കുമ്പോഴും നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ലോസ് നിങ്ങളുടെ കൈകളിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങളതൊന്നും പുറത്ത് കാണിക്കാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് അവരുടെ
ആവശ്യങ്ങളെ കണ്ടും അറിഞ്ഞും നിങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ നിങ്ങൾ എന്നിട്ടും അവർക്ക് മുമ്പിൽ യാചിക്കേണ്ട വന്നു. അവർ നിങ്ങളെ വളരെ ശക്തമായി അവഗണിക്കുകയാണ് ചെയ്തത്. കാരണം നിങ്ങൾ കൊടുത്ത സ്നേഹത്തിനും നിങ്ങൾ കൊടുത്ത കെയറിങ്ങിനൊന്നും ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അവരത് മനസ്സിലാക്കുന്നു. നിരാശയോടുകൂടി തന്നെയാണ് നിങ്ങളെ നോക്കി നിൽക്കുന്നത്. വളരെ നിരാശയോടുകൂടി തന്നെ നിങ്ങളെ നോക്കി നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവർ വളരെയധികം ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അവർക്കിടെ മുന്നിൽ ഇപ്പം വേറെ ഒന്നുമില്ല. അവരുടെ കൂടെ ഉള്ളവരുമില്ല, അവരെ ചേർത്ത് പിടിക്കാനും ആരുമില്ല. ശരിക്കും അവർ ഒറ്റപ്പെട്ടു പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് ഈ ഒരു യാത്ര അവർ തുടർന്നാൽ അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ട് തന്നെ പോകുമെന്നതിന് ഒരു സംശയവുമില്ല. അവരാ സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് ഡെത്താക്കുകയാണ്. ആ ഒരു സാഹചര്യത്തെ അവർ പൂർണ്ണമായും അവസാനിപ്പിച്ച് ഒരു റീബർത്ത് നിങ്ങളോടൊത്ത് വളരെയധികം സൺറൈസിങ്, വളരെ സക്സസ് ആയ, പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള ഒരു റീബർത്ത് നിങ്ങളിലേക്ക് അവർ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളിലേക്ക് അവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരും എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ഒരു പൂർണ്ണതയുള്ള ബന്ധമായിട്ടും ഏറ്റവും വിശ്വസ്തവും ഏറ്റവും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു പങ്കാളിയായിട്ട് തന്നെ ഏറ്റവും നല്ല ബന്ധം, വളരെയധികം സ്നേഹവും വളരെയധികം മനോഹരവും സംതൃപ്തകരവും സന്തോഷവുമായ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു. അതായത് നല്ല ആരോഗ്യകരമായ ഒരു ബന്ധം. ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളിൽ നിന്നും അത് നഷ്ടമാകാത്ത വിധമാണ് നമ്മളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ്. ഈ സിറ്റുവേഷൻസ് മാറാൻ പോകുന്നു, സാഹചര്യം മെച്ചപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ പോലും മാലാഖമാർ വരെ ആഗ്രഹിക്കുന്നത് ഈ ഒരു സാഹചര്യം മാറുക എന്നാണ്. അപ്പോൾ ഈ സ്ഥിതി മെച്ചപ്പെടാൻ പോവുകയാണ്. അതിനെ കുറച്ച് സമയമെടുത്തേക്കാം. മിക്കവാറും നിങ്ങളുടെ മുന്നിൽ കഠിനാധ്വാനവും ഉണ്ടായേക്കാം. എന്നാലും നിങ്ങൾ നടത്തിയ പരിശ്രമം, നിങ്ങൾ അവർക്ക് വേണ്ടി എന്തോരം കാത്തിരിക്കുന്നു, നിങ്ങൾ അവർക്ക് എന്തോരം വാല്യൂ കൊടുത്തോ, അതിനെല്ലാം ഫലം നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത്. കാരണം മുറിവേറ്റ സൗഹൃദങ്ങളോ അസുഖകരമായ ബന്ധങ്ങളോ ഉപേക്ഷിക്കാനുള്ള സമയമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ പങ്കാളി നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങളുടെ ആ ഒരു ബന്ധം മുന്നോട്ട് തുടരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങളുടെ ആ ഒരു ക്ഷമയ്ക്ക് പ്രതിഫലം യൂണിവേഴ്സ് നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഈ ഒരു എനർജി പോസിറ്റീവായി ഫീൽ ചെയ്ത വ്യക്തികൾ 100% നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക. കാരണം കാലം മാറ്റി വയ്ക്കാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അർഹമാകുന്നത് നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തിച്ചേരും. കാരണം ഈ വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടിയത് നമ്മൾ ആരും അറിഞ്ഞു വെച്ചല്ല. അപ്പോൾ ഈ വ്യക്തികൾ ഇപ്പം നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അപ്പം അതുപോലെ തന്നെ ആ വ്യക്തികൾ നമ്മളിലേക്ക് തിരിച്ചു വരുന്നതും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെയായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധം നിങ്ങളിലേക്ക് വരും. കാരണം അത്ര ആഴത്തിൽ ഇപ്പം നിങ്ങളെ അവർ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയും ആയിരിക്കും. മുന്നോട്ട് പോകുന്ന കാര്യത്തിലും നിങ്ങളുടെ ബ്ലോക്കേജും തടസ്സവും എല്ലാം നിങ്ങളിൽ നിന്നും മാറി കിട്ടുമെന്നാണ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തി 100% നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. ഗോഡ് ബ്ലെസ് യു.